നൊബേൽ പുരസ്കാരം ലഭിക്കുവാനും മാത്രമുള്ള സംഭാവനകൾ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്. ഹാട്രിക്ക് നേടുമ്പോഴും അല്ലെങ്കിൽ 10 വിക്കറ്റ് നേട്ടം കഴിയുമ്പോഴുമെല്ലാം അശ്വിനോട് സന്തോഷം രേഖപ്പെടുത്തുന്ന സ്കൂളുകൾ PT പീരീഡിൽ കണക്ക് ഭാഷ കയറ്റിവിട്ടാൽ അശ്വിന്മാരുണ്ടാകൂ? ഇല്ല. ദിവസമൊക്കെ ഇങ്ങനെ റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വർഷമെങ്കിലും പുറകിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ മേഖലയിൽ ഒരു പരാജയമായി പോയേനെ. എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ സൈൻ തീറ്റയും കോസ് തീറ്റയും തല്ലുകൊള്ളിച്ചു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് പ്രയോജനം ചെയ്തതായിട്ട് എനിക്ക് അനുഭവമില്ല. ഒന്ന് ഇവിടെ റംബാച്ചൻ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ ചോദിച്ചു, പത്തനാപുരത്ത് ആദ്യമായിട്ടാണോ? ഞാൻ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് പത്തനാപുരം. അടൂരിൽ തിയേറ്റർ ഇല്ലാതിരുന്നപ്പോൾ സ്ഥിരമായിട്ട് സിനിമ കാണാൻ ഏത് പടവും റിലീസാകുമ്പം അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ് പത്തനാപുരം. അപ്പം അങ്ങനെ നമ്മൾ സിനിമ കണ്ട് കറങ്ങി നടന്നൊരു സ്ഥലത്ത് ഒരു സ്കൂളിൻ്റെ 99ാമത് വാർഷികാഘോഷ പരിപാടിയുടെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനൊക്കെ വരിക എന്ന് പറയുന്നത് പോലും എന്നെപ്പോലൊരു എളിയ പൊതുപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനതിനെ കണക്കാക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 99 വർഷം പൂർത്തീകരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. 2025 ആണ്ടിൽ നിന്നുകൊണ്ട് നമ്മളൊരു സ്കൂളിനെ പറ്റി സംസാരിക്കുന്നത് പോലെയല്ല 1926 ഒരു സ്കൂളിനെ പറ്റി ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും. നാട്ടിൽ സ്കൂൾ വിദ്യാഭ്യാസം നേടിയവരുടെ എണ്ണം പോലും ഇല്ലാതിരിക്കുന്നൊരു കാലത്ത് ഒരു സ്കൂൾ വരിക എന്ന് പറഞ്ഞാൽ ഇതിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ, പ്രിയപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എത്രമാത്രം ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിദ്യാഭ്യാസത്തിന് വേണ്ടി കാണിച്ച ദീർഘവീക്ഷണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നിയത്, സ്വാഗത പ്രസംഗത്തിനിടയിൽ ശ്രീ ബിനോജ് സാർ അദ്ദേഹം ഇങ്ങനെ വെക്കേഷൻ കാലത്ത് റോബോട്ടിക്സ് ക്ലാസ്സുകളെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പം ഞാൻ ഫിലിപ്പച്ചന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്വാഗത പ്രസംഗം നടക്കുന്നത്. അപ്പോൾ റോബോട്ടിക്സ് എന്ന വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് ഞാൻ വീണ്ടും അച്ഛനോട് ചോദിച്ചു, അച്ഛാ റോബോട്ടിക്സ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അച്ഛൻ പറഞ്ഞു അതെ റോബോട്ടിക്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ പരിപാടി, എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. പറഞ്ഞു വെക്കേഷന് റോബോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് ചില ക്ലാസ്സുകൾ ക്രമീകരിക്കുവാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്ന് പറഞ്ഞു. ആ ദീർഘവീക്ഷണം നമ്മുടെ സ്കൂളുകളുടെ വിദ്യാഭ്യാസ കരിക്കുലം തയ്യാറാക്കുന്ന പൊതുവായ സമിതികൾക്ക് ഇല്ല എന്നുള്ളതാണ് സത്യസന്ധവും യാഥാർത്ഥ്യവുമായ കാര്യം. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും ചുരുങ്ങിയത് ഒരു 30 വർഷമെങ്കിലും പുറകിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിനപ്പുറമുള്ള എൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ അധ്യാപകനായിരുന്നു. പക്ഷേ പൊതുപ്രവർത്തനം വളരെ സജീവമായപ്പോഴത്തേക്ക് എനിക്ക് അധ്യാപനം നിർത്തേണ്ടി വന്നു. ഞാനത് നന്നായി എന്ന് വിചാരിക്കുന്ന ആളാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളോടൊപ്പം പിടിച്ചു നിൽക്കാൻ ഒരു അധ്യാപക നിലയിൽ എനിക്ക് കഴിയില്ല. ഞാൻ ആ മേഖലയിൽ ഒരു പരാജയമായി പോയേനെ എന്നുള്ളത് കൊണ്ട് സ്വരം വലിയ മോശമല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ അത് നിർത്തി എന്ന ആശ്വാസം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് അത് ഏതെങ്കിലും അധ്യാപകരുടെ കുറ്റമായിട്ടല്ല പറയുന്നത്, നമ്മുടെ കരിക്കുലത്തിൻ്റെ പ്രശ്നമായിട്ടാണ് പറയുന്നത്. അധ്യാപകർക്ക് ആർക്കും പ്രയാസം വേണ്ട, കാരണം ഞാനും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് നമ്മൾ അസൈൻമെൻറ്റുകൾ കൊടുക്കും. ഇപ്പോൾ ഈ UP സെഷനിലൊക്കെ ഉള്ള കുട്ടികളോട് സോളാർ സിസ്റ്റത്തെ പറ്റിയിട്ട് അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ട് വരാൻ പറയും. ഏത് കാലത്താണ് നമ്മൾ അസൈൻമെൻറ്റ് എഴുതാൻ കൊടുക്കുന്നത്? ChatGPT ഏതൊരു കൊച്ചുകുട്ടിയുടെയും കയ്യിലിരിക്കുന്ന കാലത്താണ് നമ്മൾ അവരോട് സ്വന്തമായി ഗവേഷണം നടത്തി അസൈൻമെൻറ്റ് എഴുതിക്കൊണ്ട് വരാൻ പറയുന്നത്. ഗീവ് ആൻ അസൈൻമെൻറ്റ് അബൌട്ട് സോളാർ സിസ്റ്റം എന്ന് ChatGPTയിൽ അടിച്ചു കൊടുത്താൽ ലോകത്തിലെ ഏറ്റവും വിഖ്യാതമായ സർവകലാശാലയിലെ പ്രബന്ധത്തേക്കാൾ മനോഹരമായ രീതിയിൽ അസൈൻമെൻറ്റ് മാതൃകയിൽ ഒരു ഔട്ട്പുട്ട് കിട്ടുന്ന കാലത്ത് കുട്ടികളോട് സോളാർ സിസ്റ്റത്തെ പറ്റി അസൈൻമെൻറ്റ് എഴുതാൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ആകെയുള്ളത് അതൊരു കഴ്സീവ് റൈറ്റിംഗ് പ്രയോജനപ്പെടുത്തും. കുട്ടികളുടെ കൈയക്ഷരം ഒന്ന് മെച്ചപ്പെടുത്താമെന്നല്ലാതെ അവനിത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ എഴുതുന്നത് വായിച്ചു പോലും നോക്കാതെയാണ് അധ്യാപകരായ നമ്മുടെ മുന്നിലേക്ക് ഈ അസൈൻമെൻറ്റുകൾ എത്തുന്നത്. അപ്പോൾ ചില അധ്യാപകരെങ്കിലും വിചാരിക്കുന്നുണ്ടാകും ഇയാളെ വിളിച്ചത് വലിയ മെനക്കേടായി, കാരണം ഈ ChatGPTയെ പറ്റി അറിയാത്ത കുട്ടികൾ നാളെ തൊട്ട് ഇത് പരീക്ഷിക്കുമല്ലോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എൻ്റെ പ്രിയപ്പെട്ട ഒരു അധ്യാപക സുഹൃത്തിനും വേണ്ട. കാരണം ChatGPTയെയും മൊബൈൽ ഫോണിനെയും ആൻഡ്രോയിഡിനെയും പറ്റി അറിയാത്ത കുട്ടികളല്ല ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത്.
അങ്ങനെ അറിയില്ല എന്ന് അവർ നമ്മളോട് പറഞ്ഞാൽ അവർ നമ്മളെ അതിവിദഗ്ധമായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം സമൂഹവും കാലവും ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക, നമ്മളതനുസരിച്ച് അപ്ഡേറ്റഡ് ആകണം. രാഷ്ട്രീയ രംഗത്തൊരു വിമർശനം പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പറ്റി അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുന്നയാളാണ് എന്ന് കാണിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ പറ്റിയാണ്. അയാൾ ലളിതമായ ജീവിതമാണ് നയിക്കുന്നതെന്ന് കാണിക്കുവാൻ വേണ്ടി പറഞ്ഞത് ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്തയാളാണ് മത്സരിക്കുന്നതെന്നാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഒരു വോട്ടർ എന്ന നിലയിൽ ആലോചിച്ചു, എനിക്കാണ് വോട്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കൂട്ടിയില്ല. കാരണം ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരാൾ ജനപ്രതിനിധിയായാൽ വ്യക്തിപരമായ ആൾക്ക് ഉപയോഗിക്കാതിരിക്കാം, പക്ഷേ ജനപ്രതിനിധി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും ആ നാട്ടിലെ വോട്ടർമാർക്ക് ഉണ്ടാകുന്നത്. ഇപ്പം എന്നെയൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കുന്ന ആളുകളോട് പറയും, നിങ്ങൾ എന്നെ വന്ന് കാണേണ്ട കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് സമയം കളയണ്ട, നിങ്ങൾ എന്താണോ പറയാനുള്ളത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണോ അതെനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. എൻ്റെ ഓഫീസ് അതിന് കൃത്യമായി ഇടപെട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റെസ്പോൺസ് തരും. ഇപ്പം സത്യത്തിൽ ഞാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ടെലഗ്രാമിൽ ബോട്ട് തുടങ്ങാനിരിക്കുകയാണ്. ആളുകൾ ബോട്ടിൽ, ടെലഗ്രാമിലെ ബോട്ട് സർവീസുകളെ പറ്റി നിങ്ങൾക്കറിയാം, ബോട്ടിൽ ഒരു നിർദ്ദേശം പറഞ്ഞാൽ അതിന് കൃത്യമായ മറുപടി റീറൂട്ട് ചെയ്ത് റീഡയറക്റ്റ് ചെയ്ത് ആളുകളെ സഹായിക്കാൻ എങ്ങനെ പറ്റും എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് നാടിൻ്റെ പൊതുവായ സിസ്റ്റത്തിന് ബാധ്യതയാണ് എന്ന് പറയുന്നതിന് സമാനമായി തന്നെയാണ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ മനസ്സിലാക്കാതെ വിദ്യാഭ്യാസ കരിക്കുലം തയ്യാറാക്കുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ ബാധ്യതയാണ്. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, ലാംഗ്വേജ് കോഴ്സുകളെ പറ്റി സെയിൻറ്റ് സ്റ്റീഫൻ സ്കൂള് ചിന്തിക്കുകയാണ്. ഇപ്പോഴും നമ്മളെന്താണ്, നമ്മുടെ ഇപ്പോഴത്തെയും ലാംഗ്വേജ് ലാബ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളം പരമാവധി ഹിന്ദി അവസാനിച്ചു. നമ്മൾ A4 ആപ്പിളും B4 ബാറ്റും C4 കാറ്റും പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ 10ാം ക്ലാസ് ഒന്ന് കഴിഞ്ഞാൽ ജർമ്മനിയിൽ പോകാനായി IELTS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണ് നമ്മൾ A4 ആപ്പിളും B4 ബോയും C4 കാറ്റും പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെ വിദേശ ഭാഷകൾ പഠിപ്പിക്കണ്ടേ? അപ്പം നമ്മൾ ബ്രെയിനെ പറ്റി പറയാം, കുട്ടികളെല്ലാം വിദേശത്ത് പോവുകയാണെന്ന് പറയാം. അതിൻ്റെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ കുട്ടികൾ വിദേശത്തേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ വിദേശ ഭാഷ പഠിപ്പിക്കുന്നതിനെ പറ്റി പത്തനാപുരം പോലൊരു ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂൾ ചർച്ച ചെയ്യുന്നതിനെ പറ്റി, ചിന്തിക്കുന്നതിനെ പറ്റി നമ്മുടെ നാടിൻ്റെ കരിക്കുലത്തിന് മുന്നേ ഗമിക്കുന്നവരാണ് സെയിൻറ്റ് സ്റ്റീഫൻ സ്കൂളിലെ അധികൃതരെന്ന് വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത്തരം ദീർഘവീക്ഷണങ്ങളാണ് വേണ്ടത്. നമ്മളിപ്പോൾ നമ്മുടെ നാടാളുകൾ വിട്ടുപോകുന്നു എന്നൊന്നും പറഞ്ഞിട്ട് പരിതപിച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഗ്ലോബൽ പ്രോഡക്ട്സായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മലപ്പുറത്തെ ഒരു പാടത്ത് വെച്ചിരുന്ന മെസ്സിയുടെ വലിയ കട്ടൗട്ടാണ് ഫിഫ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്ത് വൈറലാക്കിയത്. മലപ്പുറത്തെ ഒരു പാടശേഖരത്തിരിക്കുന്ന മെസ്സിയുടെ കട്ടൗട്ട്, ആ മെസ്സിയുടെ കട്ടൗട്ടിനെ വെള്ളുന്ന രീതിയിൽ റൊണാൾഡോയുടെ കട്ടൗട്ട് വയ്ക്കുമ്പോൾ ഇതെല്ലാം ഏറ്റെടുക്കുന്ന കാലത്ത് നമ്മളൊരു ഗ്ലോബൽ പ്രോഡക്റ്റായി മാറുമ്പോൾ നമ്മളതിനോട് മുഖം തിരിഞ്ഞു നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ശൈലികളും വിദ്യാഭ്യാസത്തിൻ്റെ ത്തോടുള്ള ആറ്റിറ്റ്യൂഡും മാറ്റണം. കുട്ടികളായ നിങ്ങളോട് ഞാൻ പറയട്ടെ, എനിക്കിപ്പോഴും +1 +2 കാലത്ത് നടുക്കടലിൽ നിർത്തിയിട്ടിരിക്കുന്ന നങ്കൂരമിട്ടിരിക്കുന്ന ആ കപ്പലിൻ്റെ കൊടിമരത്തിൽ നിന്ന് ആ കപ്പലിൻ്റെ എന്തെന്ന് പറയുന്നത് ആ മുനമ്പിലേക്കുള്ള അല്ലേ അതിൻ്റെ സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിച്ച് എന്തിനാന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? നടുക്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന കപ്പലിൻ്റെ ഫ്ലാഗ് സ്റ്റാഫിൽ നിന്ന് അതിൻ്റെ പോയിന്റിലേക്കുള്ള സ്ലാൻ ഹൈറ്റ് കണ്ടുപിടിച്ചതിൻ്റെ പ്രയോജനം എന്താണ്, അതിനുവേണ്ടി കൊണ്ട തല്ലെന്തിനാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വരെ സൈൻ തീറ്റയും കോസ് തീറ്റയും തല്ലുകൊള്ളിച്ചു എന്നല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അത് പ്രയോജനം ചെയ്തതായിട്ട് എനിക്ക് അനുഭവമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനൊന്നും ഒരു പ്രയോജനവും ഇല്ല എന്നല്ല പറഞ്ഞത്. സൈൻ തീറ്റയും കോസ് തീറ്റയും പഠിക്കേണ്ടവരത് പഠിക്കട്ടെ. അത് പഠിക്കേണ്ടാത്തവൻ, ഇവിടെ നേരത്തെ അധ്യക്ഷ പ്രസംഗകൻ നൊബേലിനെ പറ്റി പറഞ്ഞു. എനിക്കതിനകത്ത് ചെറിയ വിയോജിപ്പുണ്ട്. അധ്യക്ഷ പ്രസംഗകനോട് ഇത്തരത്തിലൊരു വേദിയിൽ വിയോജിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. എനിക്ക് നൊബേൽ പുരസ്കാരം അങ്ങനെ നാട്ടിലെ ഏറ്റവും ഔന്നത്യമുള്ള സംവിധാനമാണ് എന്ന് ഒരഭിപ്രായമില്ല. നൊബേലിനെ അതിൻ്റെ പേരിൽ ആദരിക്കപ്പെടുന്നതിനോടും എനിക്ക് സ്നേഹപൂർവ്വമുള്ള വിയോജിപ്പുകളുണ്ട്. എൻ്റെ വിയോജിപ്പിൻ്റെ പ്രധാനപ്പെട്ട കാരണം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്നത്തെ ദിവസം വരെ മഹാത്മാഗാന്ധിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വിയോജിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. പിന്നീട് ആഫ്രിക്കയിലെ വിമോചന നായകനായിരുന്ന നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പുരസ്കാരം കിട്ടി. മഹാത്മാഗാന്ധിക്ക് 4 തവണ നൊബേൽ പുരസ്കാരത്തിന് പരിഗണിക്കുമ്പോഴും 3 തവണയും പറഞ്ഞത് നൊബേൽ പുരസ്കാരം ലഭിക്കുവാനും മാത്രമുള്ള സംഭാവനകൾ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ്.
പിന്നീട് നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പുരസ്കാരം കൊടുക്കുമ്പോൾ ഇതേ അക്കാദമി തന്നെ പറഞ്ഞത് നെൽസൺ മണ്ടേല ഒരു നല്ല ഗാന്ധിയനായിരുന്നു എന്നാണ്. അപ്പോൾ ഗാന്ധിക്ക് സ്വന്തമായി നൊബേൽ പുരസ്കാരം കിട്ടാൻ അയോഗ്യനാവുകയും ഗാന്ധിയനായതിൻ്റെ പേരിൽ നെൽസൺ മണ്ടേലയ്ക്ക് നൊബേൽ പുരസ്കാരം കിട്ടുകയും ചെയ്തൊരു സമിതിയോട് എനിക്ക് വലിയ വിശ്വാസമില്ല. പിന്നെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഗാന്ധിക്ക് കിട്ടാത്തത് നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ബറാക്ക് ഒബാമയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട്. എന്തിനാണ് ബറാക്ക് ഒബാമയ്ക്ക് നൊബേൽ പുരസ്കാരം സമാധാനത്തിനുള്ള കിട്ടിയതെന്ന് ഈ നിമിഷം വരെ എൻ്റെ വായനയിൽ, എൻ്റെ പരിമിതമായ അറിവിൽ എനിക്ക് ഒരു മറുപടി എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. കാരണം അമേരിക്കയുടെ തന്നെ റേറ്റിംഗിൽ അവരുടെ ഏറ്റവും പരാജയപ്പെട്ട രാജ്യത്തിൻ്റെ പരമാധികാരികളിൽ ഒരാളായിട്ടാണ് ബറാക്ക് ഒബാമയെ വിലയിരുത്തുന്നത്. ഞാൻ അദ്ദേഹത്തോട് വിയോജിച്ചതല്ല, എൻ്റെ ആ സമിതിയോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം സാഹിത്യത്തിന്, ഇപ്പം ടാഗോറിനെ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ടാഗോറിനെ പഠിക്കട്ടെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് കണക്ക് മാഷായിരുന്നു. നമ്മൾ ആശിച്ച് മോഹിച്ച് ആഗ്രഹിച്ച് ആഴ്ചയിൽ ഒരു PT പീരീഡ് കിട്ടും. ആ പീരീഡ് സൂക്ഷം പോലെ പോഷ തീരാണ്ടെന്ന് പറഞ്ഞ് കണക്ക് മാഷ് കയറി വരും. അങ്ങനെ കയറി വരുന്ന കണക്ക് മാഷോട് സ്കൂൾ മാനേജ്മെൻറ്റുകൾ നോ എന്ന് പറയേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മുടെ കുട്ടികൾ പല വ്യത്യസ്തമായ മേഖലയിൽ പ്ലേസ് ആകേണ്ടതായിട്ടുണ്ട്. നല്ല ക്രിക്കറ്റർമാരുണ്ടാകട്ടെ, അല്ലേ? അശ്വിൻ റിട്ടയർ ചെയ്തു, അല്ലേ? കുട്ടികളോട് ചോദിച്ചാൽ അശ്വിൻ റിട്ടയർ ചെയ്തു. ഇന്ത്യക്കൊരു സ്പിന്നറുടെ വലിയ വാക്കം കിടക്കുകയാണ്. അശ്വിൻ ഹാട്രിക്ക് നേടുമ്പോഴും അല്ലെങ്കിൽ 10 വിക്കറ്റ് നേട്ടം കഴിയുമ്പോഴുമെല്ലാം അശ്വിനോട് സന്തോഷം രേഖപ്പെടുത്തുന്ന സ്കൂളുകൾ PT പീരീഡിൽ കണക്ക് ഭാഷ കയറ്റി വിട്ടാൽ അശ്വിന്മാരുണ്ടാകൂ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം സമഗ്രമായി പുനരാവിഷ്കരിക്കേണ്ടുന്ന സമയം കഴിച്ചു. എല്ലാത്തിനും തുല്യമായി വെയിറ്റേജ് കൊടുക്കണം. ഇപ്പം നമ്മൾ പഠിക്കുന്നതിനാ പ്ലേസ്ഡ് ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു രഞ്ജി സീസൺ കളിച്ചാൽ, IPL എല്ലാം വിട്ടേരെ, ഒരു രഞ്ജി സീസൺ കളിച്ചാൽ ഒരു സയന്റിസ്റ്റ് പ്ലേസ് ആകുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ കുട്ടികൾക്ക് പ്ലേസ് ആകാൻ കഴിയും. അത്രയ്ക്ക് സാധ്യതകളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ ക്ലബ് ക്രിക്കറ്റ് വളരെ സജീവമായി. എല്ലാ ജില്ലകളിലും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 8 ജില്ലകളിലും മറ്റോ ടീമുകളായി. അടുത്ത ഒരു വർഷം കൂടെ കഴിയുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും IPL മാതൃകയിൽ കേരളത്തിന്റെ ക്രിക്കറ്റ് ലീഗ് വരാൻ പോവുകയാണ്. അപ്പോൾ ജില്ലാ തലത്തിൽ മത്സരിക്കുന്ന ആളുകൾക്ക് പോലും വലിയ സാധ്യതയാണുള്ളത്. ഇനി കുറേ ആളുകൾ അഭിനയിക്കാൻ പോകട്ടെ. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട യുവനടന്മാരുടെയൊക്കെ, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള യുവനടന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു സിനിമയ്ക്ക് വാങ്ങിക്കുന്ന 1 കോടി രൂപയൊക്കെയാണ് ശമ്പളം. ഞാൻ അധ്യാപകനായിട്ട് തന്നെ പറയാം, നമ്മൾ അധ്യാപകർ റിട്ടയർമെന്റ് കാലയളവ് പൂർത്തീകരിക്കുമ്പോഴേ ഈ 1 കോടി രൂപ കിട്ടുന്നത്. അത് ഒരു സിനിമയിലൂടെ അവർ സ്വന്തമാക്കുന്നുണ്ട്. അവർ പ്ലേസ് അല്ലേ, സമൂഹത്തിൽ വലിയ ബഹുമാനം കിട്ടുന്നില്ലേ, അവർക്ക് മാന്യതയില്ലേ, അവരെ സമൂഹം മാതൃകയാക്കുന്നില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ നമ്മുടെ കരിക്കുലത്തെ റീഡിസൈൻ ചെയ്യുവാൻ വിദ്യാഭ്യാസ മേഖല തയ്യാറാകേണ്ടതായിട്ടുണ്ട്. നാളെ അധ്യാപകർക്ക് പകരം അധ്യാപകർ വരും. അതാകുമ്പോൾ വലിയ സൗകര്യം മാനേജ്മെൻറ്റുകൾക്കൊക്കെ. സർക്കാരിനും വലിയ സൗകര്യം, മാനേജ്മെൻറ്റിന് നിയമനങ്ങൾ തരേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ വലിയ വെല്ലുവിളികളുടേതാണ് നമ്മുടെ കാലഘട്ടം എന്നുള്ളൊരു ബോധ്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ജാഗ്രതയോടുകൂടി നിൽക്കണം. അതല്ല എങ്കിൽ നമ്മളെല്ലാവരും ഔട്ട്ഡേറ്റഡ് ആകുന്ന കാലം, നമ്മൾ പുറന്തള്ളപ്പെടുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുൻപൊക്കെ കുട്ടികൾക്കൊരു സംശയം തോന്നിയാൽ അത് നിവാരണം ചെയ്യാൻ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരണം. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. ഈ പീരീഡ് ഒന്ന് കഴിയുമ്പോൾ മൊബൈൽ ഫോൺ എടുത്താൽ അവൻ്റെ മനസ്സിൽ തോന്നുന്ന ഏതൊരു സംശയത്തിനും അതിനേക്കാൾ ഈ ലോകത്തിൽ ലഭ്യമാകുന്ന ഏറ്റവും മനോഹരമായ മറുപടിയുള്ള കാലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നെന്നുള്ള ബോധ്യം നമ്മൾ ഓരോ അധ്യാപകർക്കും ഉണ്ടാകണം. ആ കാലഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്നുള്ള ബോധ്യം സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് ഉണ്ടാകണം. ആ ബോധ്യം സെയിൻറ്റ് സ്റ്റീഫൻ സ്കൂള് പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ ഉള്ള സന്തോഷം രേഖപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസംഗം മുഴുവൻ ഇത്രയും നേരം നടത്തിയത്. ദീർഘമായി കടന്നു പോകുന്നില്ല. എന്തായാലും വലിയ സന്തോഷമുണ്ട്. സ്കൂളിൻ്റെ 99ാമത് വാർഷികത്തിൻ്റെ ഭാഗമായതിനകത്ത് അടുത്ത വർഷം 100ാം വാർഷികമാണ്. സ്വാഭാവികമായിട്ടും 99ൽ പങ്കെടുത്ത ഒരാളെന്ന നിലയിൽ 100ാം വാർഷികത്തിലും പങ്കെടുക്കേണ്ടത് എൻ്റെ അവകാശമാണ് എന്ന് ഇവിടെ സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷത്തെ 100ാം വാർഷികത്തിൽ വീണ്ടും കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹാശംസകൾ, പുതുവത്സരാശംസകൾ പറയണമെന്നുണ്ട്. ഞാനത് പറച്ചിൽ നിർത്തി. കാരണം 9ാം തീയതി ഞാനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ നേരം ഞാൻ പുതുവത്സരാശംസ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഫ്രണ്ട് ഇരുന്ന് ഇതുപോലെ ചെറുത് എന്നോട് ചാടി എഴുന്നേറ്റ് പാലക്കാട്ട് വെച്ച് പറഞ്ഞു, സാറിനൊരു ധാരണയില്ലേ, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 9 ദിവസമായി എന്ന് പറഞ്ഞു. ഞാനങ്ങ് നാണിച്ചു പോയി. അപ്പോഴാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത്, പുതുവർഷമായിട്ട് 9 ദിവസമായി. ഇന്നിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ അതും കഴിഞ്ഞിട്ട് 6 ദിവസം കൂടെ കൂടി 15 ദിവസമായി. ഇന്നലെയാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷിച്ചത്. ആ ന്യൂ ഇയർ ആഘോഷിച്ചിട്ട് ഇന്ന് 15 ദിവസം പൂർത്തീകരിക്കപ്പെടുകയാണ്. ദിവസമൊക്കെ ഇങ്ങനെ റോക്കറ്റിനേക്കാൾ വേഗത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോൾ 99 എൻ്റെ ആഘോഷത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം കഴിയുമ്പോഴത്തേക്കിനും 100 ആയി. 100 ആകാൻ അധികം സമയമൊന്നും വേണ്ട.